റിപ്പോർട്ടർ അപ്ഡേറ്റ് ബ്രേക്കിംഗ്. രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിട്ടത് 1000 കോടിയുടെ ഭൂമി കുംഭകോണം. നിർണായക രേഖകൾ പുറത്തുവിട്ട റിപ്പോർട്ടർ. രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനി ആവശ്യപ്പെട്ടത് 500 ഏക്കർ. സർക്കാർ കൈമാറിയത് 175 ഏക്കർ ഭൂമി മാത്രം. BPL അപേക്ഷയിൽ 500 ഏക്കർ ഭൂമി വേണമെന്നായിരുന്നു ആവശ്യം. തെളിവ് സഹിതമാണ് റിപ്പോർട്ടർ ഇന്നലെ ഈ വാർത്ത പുറത്തുവിട്ടത്. നീലമംഗലയിലെ കർഷകരെ വഞ്ചിച്ചാണ് BJP അധ്യക്ഷന്റെ ഇടപാടുകൾ. TV പ്രസാദ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. TV പ്രസാദ്, ഗൗരവതരമായ ഒരു പരാതിയാണ് സുപ്രീം കോടതി വരെ എത്തിയിരിക്കുന്നത്. നടന്നിട്ടുള്ളതിൽ എത്രത്തോളം നിയമത്തെ തന്നെ തെറ്റിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്? ഇതിൽ കർണാടക സർക്കാർ അടക്കം ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നമ്മൾ ഉറ്റുനോക്കുന്ന സമയമാണ്. സംസ്ഥാന BJP അധ്യക്ഷനാണെങ്കിൽ മിണ്ടാട്ടമില്ല. മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിക്കുകയാണ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ. പക്ഷേ ഈ പരാതിയുടെ ഗൗരവം അതെത്രത്തോളമുണ്ട്? എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ? റോഷ്നി, രാജീവ് ചന്ദ്രശേഖറിന്റെ ഭൂമി കുംഭകോണത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴാണ് വ്യക്തമാകുന്നത് എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മറുപടി പറയാത്തത് എന്ന്. രാജീവ് ചന്ദ്രശേഖർ മറുപടി പറഞ്ഞു തുടങ്ങിയാൽ അതെവിടെയും എത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മറുപടി പറയാൻ തുടങ്ങാത്തത് എന്നുള്ളതാണ് രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഈ സംഭവത്തിലെ ഒരുപാട് വിവരങ്ങൾ, നിർണായക രേഖകൾ റിപ്പോർട്ടറിന് പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ആദ്യമേ തന്നെ പറയാനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കർണാടകയിൽ അവിടെ വ്യാവസായിക വികസനത്തിന് വേണ്ടിയാണ് കർഷകരിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് BPL കമ്പനിക്ക് കൊടുത്തത്. അങ്ങനെ ഇഷ്ടം പോലെ കർഷകരുടെ ഭൂമി ഏറ്റെടുത്ത് മറ്റു പല കമ്പനികൾക്കും കൊടുത്തിട്ടുണ്ട്. ആ കമ്പനികളെല്ലാം സർക്കാർ നിർദ്ദേശിച്ചതുപോലെ വലിയ വലിയ ഫാക്ടറികൾ അവിടെ സ്ഥാപിച്ചിട്ടുമുണ്ട്. അവിടെ ബാംഗ്ലൂരിൽ, കർണാടകയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുമുണ്ട് പല മേഖലകളിലായി. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ BPL എന്ന കമ്പനിക്ക് 500 ഏക്കർ ഭൂമി വേണം എന്നാണ് BPL കമ്പനിയുടെ അപേക്ഷ. പക്ഷേ 500 ഏക്കർ അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് 175 ഏക്കർ ഭൂമി അനുവദിക്കുകയായിരുന്നു. അതിലെ ഭൂമിയാണ് അവസാനം 313.9 കോടി രൂപയ്ക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ BPL കമ്പനി മറിച്ചു വിറ്റു എന്ന് മാത്രമല്ല, ആ ഭൂമിയിൽ ഈ പറയുന്ന കളർ ടെലിവിഷൻ യൂണിറ്റ് തുടങ്ങാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അതിലെ ഗുരുതരമായ ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതാണിപ്പോൾ പരാതിയായി ഉയരുകയും ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ 1995 BPL കമ്പനി ഇങ്ങനൊരു അപേക്ഷ കർണാടക സർക്കാരിന് കൊടുക്കുന്നത്. കർണാടക സർക്കാർ 500 ഏക്കർ അപേക്ഷ പരിഗണിച്ച സമയത്ത് അത്ര കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവസാനം 175 ഏക്കറിലേക്ക് എത്തുന്നത്. റോഷ്നി, അതിലുള്ള പ്രധാനപ്പെട്ട കാര്യം, ആകെ 6,40,00,000 രൂപ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിയായ BPLന് അന്ന് ഈ ഭൂമിക്ക് വേണ്ടിയുള്ള ചെലവുണ്ടായത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പിന്നീട് 2010 ശേഷം ആ ഭൂമി വിറ്റിരിക്കുന്നത് 313.9 കോടി രൂപയ്ക്കാണ്. പാവപ്പെട്ട കർഷകരിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുമ്പോൾ കർണാടക സർക്കാർ ആ കർഷകർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം എന്ന് പറയുന്നത്, ഇവിടെ വ്യവസായം വന്നാൽ, വലിയ ഫാക്ടറി വന്നാൽ നിങ്ങൾക്കും അവിടെ തൊഴിൽ കിട്ടും എന്നുള്ളതാണ്. പിന്നീട് ആ BPL കമ്പനി മറിച്ചു വിറ്റ ഭൂമിയിൽ അവിടെ സുസുക്കി വലിയ ഷോറൂമുകളും വലിയ ഫാക്ടറികളും ഒക്കെ തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞതുപോലെ അവിടുത്തെ കർഷകരുടെ കുടുംബത്തിലെ ആളുകൾക്കാണ് ഭൂമി കിട്ടിയത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിന്റെ BPL ഒരാൾക്ക് പോലും തൊഴിൽ കൊടുക്കാൻ തയ്യാറായില്ല എന്ന ഗുരുതരമായ പ്രശ്നമാണ് അതിൽ നിലനിൽക്കുന്നത്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ, കർഷകരുടെ ഭൂമി പാട്ടത്തിനെടുത്തുകൊണ്ട് അതിൽ വ്യവസായം തുടങ്ങാതെ വലിയ തുകയ്ക്ക് മറിച്ചു കൊടുത്ത കുംഭകോണമാണ് കർണാടകയിൽ നടന്നത് എന്നുള്ളതാണ്. അതിൻ്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ 2014 കർണാടകയിലെ നിയമസഭയിലും ഈ വിഷയം വളരെ സജീവമായി അന്നത്തെ D. കുമാരസ്വാമി മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ അവിടെ വലിയ വിഷയം, ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അതിനുശേഷമാണ് ഈ രേഖകളെല്ലാം ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിനു ശേഷം രാജീവ് ചന്ദ്രശേഖർ നടത്തിയ കോടികളുടെ ഭൂമി കുംഭകോണത്തിന്റെ രേഖകളാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. റോഷ്നി, അതാണ് തെളിവുകൾ സഹിതമാണ് ഈ വാർത്താ പ്രേക്ഷകർ കേൾക്കുന്നത്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.